പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അല്ലാഹു. എന്നിരിക്കെ യാഥാർത്ഥ്യമുള്ളതിന് പുറമെ വൈകേടല്ലാതെ എന്താണുള്ളത്? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ അതാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ നിങ്ങൾ വൈകേടല്ലാതെ മറ്റ് എന്താണ് നിങ്ങൾ തേടുന്നത്? എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? ഒറ്റ ദൈവമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഒരേ അധികാരമുള്ള 2 പോലീസുകാരുണ്ടാവില്ല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ 2 ദൈവങ്ങളിൽ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ദൈവങ്ങളുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ദൈവമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ മാത്രമല്ല, 2 ദൈവങ്ങളുണ്ടെങ്കിൽ ഒരു ദൈവം ശക്തി കുറഞ്ഞവനാണെന്ന് വരും. പക്ഷേ 2 ദൈവങ്ങളും ശക്തി കുറഞ്ഞവനാണ്. കാരണം ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 2 ദൈവത്തെ വെക്കേണ്ടി വന്നത്. അപ്പം എന്തായി? ദൈവശക്തി കുറഞ്ഞവനാണ് എന്നാവും. അപ്പം അള്ളാഹുവിന് 99 ഗുണനാമങ്ങളിൽ ഒരു നാമത്തിന് മൂല്യശ്വാസനം സംഭവിക്കും. അള്ളാഹു എല്ലാം കഴിയുന്നവനാണല്ലേ. അള്ളാഹു എല്ലാം കഴിയുന്നവനാണെന്നുള്ള ആ നാമം എന്ത് ചെയ്യും? ഫലവത്താവില്ല. അപ്പോൾ ഈ 99 നാമങ്ങളിൽ ഏതെങ്കിലും നാമത്തിൽ എന്തെങ്കിലും ഒരു മൂല്യശ്വാസം സംഭവിച്ച ശിർക്കായി മാറും. അങ്ങനെയാണ് ശിർക്ക് വിടുന്നത്. അല്ലാണ്ട് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ശിവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ മാത്രമല്ല ശിർക്ക്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മൂല്യശ്വാസം സംഭവിച്ചു കഴിഞ്ഞാൽ ശിർക്കായിട്ട് മാറും. അള്ളാഹു ഭക്ഷിപ്പിക്കുന്നവനാണല്ലേ. എൻ്റെ മകന് ഗൾഫിൽ പോയിട്ട് പണം അയക്കുന്നതുകൊണ്ട് ഞാനും കുടുംബവും ജീവിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു മാതാവ് പറഞ്ഞാൽ, മാതാപിതാക്കളോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ശിർക്കായി അവിടെ. തൻ്റെ മകന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവ്, ആങ്ങള ഒക്കെ ഗൾഫിൽ പോയി നയിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ നയിക്കുന്നു, അവരെ കൊണ്ട് നമ്മൾ കുടുംബം പോയിട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിച്ചു. അപ്പം അങ്ങനെ നമ്മൾ പറയാതിരിക്കുക. അള്ളാഹുവാണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത്. മക്കളൊക്കെ നമ്മൾ ഒരു നിമിത്തമാണ്. മക്കളും ഭർത്താവും അവരുടെ ജോലിയും അവരുടെ ആരോഗ്യവും ഒക്കെ നിമിത്തമാണ്. അള്ളാഹു തന്ന അനുഗ്രഹമാണ്. വായുണ്ട്, പല്ലുണ്ട്, നാവുണ്ട്. പശു ഇറക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്ത ആൾക്കാർ എത്രയുണ്ട്? ആശുപത്രിയിലൊക്കെ പോയി. ഇന്നലെ എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നു, മെഡിക്കൽ കോളേജ്. എന്താണ് അവിടുത്തെ അവസ്ഥകളൊക്കെ? എല്ല് പൊട്ടി വരും അവരൊക്കെ. എന്തുമാത്രം വേദന സഹിക്കുന്നു. ചില ഓപ്പറേഷൻ റൂമിലൊക്കെ ആർപ്പുവിളിയൊക്കെ കേൾക്കുന്നു. എൻ്റെ വല്യമ്മ പറയും, ദുനിയാവിൽ നരകമാണ് മെഡിക്കൽ കോളേജ്. അത് ശരിയാണെന്ന് തോന്നും. കാരണം ഒരു നരകം തന്നെ അവസ്ഥയാണ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊക്കെ നരകം. കാരണം ഒരുപാട് വാർഡുകളും കാര്യങ്ങളും, ചോദിക്കാനും ഒരു ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, എല്ലാവർക്കും തിരക്ക്. വണ്ടി പോയ അണ്ണാനും പോലെ നമ്മൾ നിൽക്കണം. രോഗിയെ കൂടെ വന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ബോർഡുകളൊന്നും ശരിയില്ല, നെയിം ബോർഡുകളൊന്നും ശരിക്കില്ല. തപ്പിപ്പിടിച്ച് ഇവിടെ അവിടെ എത്തുമ്പോൾ ഇവിടെ അല്ല കാണിക്കേണ്ടത്, മറ്റോടത്താണ് കാണിക്കുന്നത്. ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണം. ശരിക്കുള്ള ലിഫ്റ്റുകളില്ല, ലിഫ്റ്റ് സൗകര്യമില്ല. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരു നരകം തന്നെയാണ് മെഡിക്കൽ കോളേജ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെയൊക്കെ നമുക്കിന്ന് അനുഗ്രഹമൊക്കെ എന്തുമാത്രം വലുതാണ്. ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഭാഗ്യന്മാരാണ് മനസ്സിലാക്കി പറഞ്ഞു വരുന്നത്. നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടും ഒന്നുമല്ല. നമ്മളെ വീടും ഒക്കെ ഉണ്ടാക്കി. ചില ആൾക്കാർ പറയും, ഞാൻ ചോര നീരാക്കി വീടുണ്ടാക്കി. അള്ളാഹു നൽകി, മനസ്സിലെ. അള്ളാഹു ഒക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഗൾഫിൽ പോയി പണിയെടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളോട് കയറ്റിയിടും, അല്ലേ. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടുത്തെ മുതലാളിമാർക്ക് നമ്മൾ വലിയ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ രോഗി കിടപ്പിലാണ്, കാലൊടിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ചികിത്സാ സഹായം തരുന്നിട്ട് അല്പം ഒന്ന് ഭേദമായി കഴിഞ്ഞ് നാട്ടിലേക്ക് അയക്കും. പിന്നെ നമ്മൾ വിളിക്കട്ടോ അവരെ, പിന്നെ വിളിക്കേറ്റുണ്ടാവില്ല. കാരണം അവർക്ക് ആരോഗ്യമുള്ളവരാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആരോഗ്യമാണ് അവർക്ക് വേണ്ടത്. നമ്മളെല്ലാവരും ബഹുമാനിക്കും നമ്മുടെ ആരോഗ്യം. അല്ലെങ്കിൽ ബുദ്ധിശക്തി. നമ്മുടെ ബുദ്ധിശക്തിക്ക് അല്പം എന്തെങ്കിലും മാന്യം സംഭവിച്ചാൽ അപ്പോൾ അവരെന്ത് ചെയ്യും?
അപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ, നാട്ടിലേക്ക് പോകണ്ടേ, കുറേ അല്ല ഇവിടെ നിൽക്കുന്നത്, കുടുംബക്കാരൊക്കെ ഉണ്ട്, പോയിക്കോളൂ എന്ന് പറയും. അതുവരെ ഈ തൊഴിലാളി ഒരിക്കലും വീട്ടിൽ നാട്ടിൽ പറഞ്ഞു വെക്കാതെ കൊണ്ടുവരുന്ന മുതലാളിയായിരിക്കും. കാരണം ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ആവശ്യം അയാളുടെ ബുദ്ധിശക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയല്ല ആവശ്യം. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് ജോലി ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയേണ്ടത്. അപ്പം നമ്മുടെ പ്രദേശത്ത് ഒരു വ്യക്തി എന്ത് ചെയ്തു, മകളുടെ കല്യാണപ്രായമായപ്പോൾ നാട് വിട്ടുപോയി. അയാളൊരു അന്തർമുഖനും ഒക്കെ ആയിരുന്നു, അങ്ങനെ ജോലിക്ക് പോകാനൊക്കെ മടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. അയാൾക്ക് ആദ്യമായി ഞാൻ എൻ്റെ മകളെങ്ങനെ കെട്ടിക്കും എന്നുള്ള ആകപ്പാട് ആദ്യം മുപ്പഴെന്ത് നാട് വിട്ടുകൊണ്ട് പോയി. മുപ്പഴ് നാട് വിട്ടു പോയപ്പോഴോ ജനങ്ങളൊക്കെ പിരിവിട്ട് നല്ല ഭംഗിയായിട്ട്, അയാളുള്ളതിനേക്കാളും ഭംഗിയായിട്ട് മകളുടെ വിവാഹം നടന്നു. അപ്പോൾ നമുക്ക് ധാരണ നമ്മളുള്ളത് കൊണ്ടാണൊക്കെ, അപ്പോൾ നമ്മളില്ലെങ്കിലും പലതും നടക്കും. ശരി, എനിക്കങ്ങനെ ധാരണ ഉണ്ടായിരുന്നു. കുറേ മുമ്പ് ഞാൻ കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ അവിടെ മെയിൻ പണിയൊക്കെ ഞാനാണ് എടുക്കുക. ഇപ്പം എൻ്റെ ചില ഇലക്ട്രിക് വർക്കുകളും ഒക്കെ മെഷീനിൽ തകരാറുന്നതിനൊക്കെ ഞാൻ തന്നെ ഒരു സംഭവം, ഞാനില്ലെങ്കിൽ കമ്പനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ മുതലാളിയായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി, സൗന്ദര്യപ്പിണക്കമുണ്ടായി, ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ കരുതി ഞാൻ പോയി 1 മാസത്തിനുള്ളിൽ കമ്പനി പൂട്ടി പോകുന്നു ഞാൻ കരുതി. പക്ഷേ കമ്പനി നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. കാരണം ഒരാളില്ലെങ്കിൽ വേറെ ആൾ വരും, മുതലാളി കൂടെ നന്നാക്കും, ആളെ വിളിച്ച് നന്നാക്കും, അങ്ങനെയൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ധാരണ നമ്മളില്ലെങ്കിലൊക്കെ പലതും ഒന്നും നടക്കില്ല. തനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ ചില വെറും ഒരു മോഹന ഇതാണ്, വാഗ്ദാനമാണ് അവർ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളല്ല, അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ, യഥാർത്ഥ അള്ളാഹുവിനെ നമ്മൾ വിളിച്ച് അവനാണ് സത്യം. ഒരു ഹക്ക്, റബ്ബുൽ ഹക്ക്, അനൽ ഹക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇച്ഛാമസ്ഥാൻ്റെ അനിൽ ഹക്ക്, ഞാനാണ് ദൈവം. അത് ചിലവർ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുമ്പോൾ അവരും അള്ളാഹും ഒന്നായി മാറും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടു, സൂറത്തുൽ കഹ്ഫിൽ ഹിർ നബിയായിട്ട് ബന്ധപ്പെട്ട. ഹിർ നബി പറയുന്നുണ്ട്, പിന്നെ ഒരു കുട്ടിയെ കൊല്ലുന്നുണ്ട്. അപ്പം പിന്നെ മാതാപിതാക്കൾ നല്ലൊരു കുഞ്ഞ് ജനിക്കണം. ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ദ്രോഹിക്കും. കാരണം ഈ കുട്ടി സത്യനിഷേധിയായിട്ട് വളരും, അങ്ങനെ മാതാപിതാക്കളെ ദ്രോഹിക്കും. അപ്പം ഒരു കുട്ടിയില്ലെങ്കിലും സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ശ്രമിക്കുമല്ല. അപ്പോൾ അത് നല്ല കുട്ടികളുണ്ടാവും എന്ന് നാം ഉദ്ദേശിച്ചു എന്ന് ഹിർനബി നാം ഉദ്ദേശിച്ചു. ശരിക്കും അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഹിർനബി പറഞ്ഞ് നാം ഉദ്ദേശിച്ചു. അപ്പം പറഞ്ഞു വരുന്നത് ഹിർനബിയും അള്ളാഹും ഒക്കെ ഒന്നല്ലേ, അവർ തമ്മിൽ ഒന്നായി ഞങ്ങൾ അതിൽ നിന്ന് വന്നതാണല്ലേ അള്ളാഹുവാണ് നമ്മളെ ജനിപ്പിച്ച്, അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചത്. അപ്പം നമ്മളും അള്ളാഹും ഒന്നാണെന്നുള്ള ആ ബോധം വേണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു എന്ന ശരീരത്തിലെ അണുക്കളാണല്ലേ. നമ്മുടെ ശരീരത്തിൽ വെളുത്ത രക്താണുക്കളും കറുത്ത രക്താണുക്കളും ഉണ്ടല്ലോ. അപ്പം കറുത്ത രക്താണുക്കൾ നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കാൻ, അല്ലെങ്കിൽ ശത്രുനിഷേധികളായിട്ട് കണക്കാക്കാം. അപ്പം എല്ലാ വെളുത്ത രക്താണുക്കളും ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലേ, പലവിധ ഉപാചയ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അപ്പം അങ്ങനെയുള്ള ആ വെളുത്ത രക്താണുക്കളാണ് നമ്മൾ. അള്ളാഹു എന്ന ശരീരത്തിൽ പണിയെടുക്കുന്ന അണുക്കളാണ് നമ്മൾ. അതിനുള്ള ബോധം നമ്മൾ അള്ളാഹുവിൻ്റേതാണ് എന്നുള്ളൊരിത് അഹം ബ്രഹ്മാംസ്, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നത് അല്ലേ, അഹം ബ്രഹ്മാസ്മി അല്ലേ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുലേക്ക് അടുത്തിട്ട്. ചിലപ്പോൾ ചില മഹാന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അവർ തന്നെയാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ചില മഹാന്മാർക്ക് പല അറിവുകളും ഒക്കെ കിട്ടിയിരുന്നു. പ്രവാചകന് അനുഭവിക്കാത്ത പല പ്രവാചകൻ നമ്മൾ കേൾക്കാത്ത, പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞത് ഇസ്രാ മിറാജ് യാത്ര മാത്രമാണ്. എല്ലാത്തിനെയും പ്രവാചകൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ചില ഇവിടുത്തെ സൂഫി വര്യന്മാരൊക്കെ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ സി എം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവരിവിടെ നടക്കുന്നതോടുകൂടി മക്കയിൽ തവാഫ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ചില ആൾക്കാർ നിഷേധിക്കാറുണ്ട്, മുജാരികളൊക്കെ നിഷേധിക്കും. പക്ഷെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല, ചിലപ്പോൾ അങ്ങനെ കഴിയും.
അപ്പം വെച്ച് വിചാരിക്കും പ്രവാചകൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ, അവിടുത്തെ സഹാബിമാരൊന്നും അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞാൽ അത് പിന്നെ അവർക്കൊരു ഗ്രന്ഥം പ്രവാചകന് മരണത്തോട് മുമ്പായി കൊണ്ടാണ് പ്രവാചകൻ ഖുർആൻ പൂർത്തിയായത്. അപ്പം ആ ഖുർആനാകുന്ന ഇതുള്ളത് കൊണ്ട് അല്ലേ, ഒരു കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, കണ്ടുപിടിച്ച ശേഷം പിന്നെ കണക്കുകൾ വളരെ എളുപ്പമായിരിക്കും അല്ലേ, എത്ര വലിയ പ്രയാസമുള്ള കണക്ക് എളുപ്പം പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഖുർആനാകുന്ന ഗ്രന്ഥം പൂർണ്ണമായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കൂടി സാബിമാർ അനുഭവിക്കാത്തതിൽ കൂടുതൽ പിന്നെ അള്ളാഹുവിനുള്ള കറാമത്തുകൾ ചിലർക്ക് ഉണ്ടായി എന്നൊക്കെ വരും. മനസ്സിലല്ലേ, പല ദിക്റുകൾ ചെല്ലാനും ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പല ദിക്റുകൾ അള്ളാഹുവിനെ കാണാൻ, ദാരിദ്ര്യം മാറാൻ ദിക്റ്, അങ്ങനെ അതൊക്കെ പഠിച്ചിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. മനസ്സിലല്ലേ, ഇപ്പോൾ JCB കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു റോഡ് ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും, കണ്ടുപിടിച്ചതിന് ശേഷമാണെങ്കിൽ റോഡ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഖുർആൻ പൂർത്തിയായി, ഹദീസ് പൂർത്തിയായി, ഹദീസുകളിൽ നിന്ന് ഓരോ മുത്തും വൈര്യവും നമുക്ക് പുറത്തെടുക്കാനായി. അപ്പം എന്ത് ചെയ്യും, അതിൻ്റെതായ ഫലങ്ങൾ കിട്ടും, അതിനുള്ള കറാമത്തുള്ള ആൾക്കാർ കൂടുതലായിട്ടുണ്ടാവും എന്ന് കരുതി നമ്മൾ സമാധാനിക്കുക. അതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, കറാമത്തുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പാത നമ്മളധികവും പിന്തുടരാതിരിക്കുക. കാരണം നിസ്കരിക്കാത്തൊരു പാത നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ശരീഅത്ത് പ്രധാനമാണ്. ശരീഅത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇബാദത്തുകൾ അത്ര നല്ലതല്ല, അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കും. ഈ ഉള്ളവനും ചില പണ്ടൊക്കെ മാനസിക രോഗം വരുമ്പോൾ ഞാൻ നിസ്കരിക്കില്ല, ഞാൻ തന്നെ വലിയവനെന്ന് ആവും. പിന്നെ അത് മൂലം തന്നെ ഞാൻ ആപത്തിൽ പെടാറുമുണ്ട്. നിസ്കരിക്കാതാവുമ്പോൾ നമ്മൾ ഒന്നും കൂടി വയലൻ്റായി മാറും. നമുക്ക് ഒക്കെ ഞാൻ നിലപ്പം ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പോയപ്പം ഒരു വ്യക്തി മയക്കുമരുന്ന് കഴിച്ചിട്ടിട്ട് വന്നാന്ന് തോന്നുന്നു, അയാൾ പോലീസുകാരുടെ ഒക്കെ കയർക്കുന്നുണ്ട്. കാരണം സ്വബോധം നഷ്ടപ്പെട്ട് ഞാൻ തന്നെ പടച്ചവനുള്ള ചിന്ത വരും മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് കൂടുതലായിട്ട് ഒരു ഉന്മാദാവസ്ഥ. പണ്ടൊരു സ്ത്രീ പിന്നെ പ്രവാചകൻ്റെ കാലത്താണോ സാബിമാരുടെ കാലത്താണോ അറിയില്ല, രാത്രിയിൽ ദീർഘമായി നിന്ന് നമ്മൾ നമസ്കരിക്കും. അങ്ങനെ നമസ്കരിച്ച് സ്ത്രീ ഭയങ്കര അട്ടഹാസത്തിൽ ശബ്ദിച്ചു. അങ്ങനെ ആ സ്ത്രീ ബോധം കെട്ട് വീണു. അങ്ങനെ ആ സ്ത്രീ മരണപ്പെട്ടു പോവുകയും ചെയ്തു. കാരണം അത് പ്രത്യേക അവസ്ഥ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ചിലർക്കത് വലിയ അട്ടഹാസമായിട്ട് മാറും. ചില ആൾക്കാർ ഉടുതുണിയില്ലാതെ നടക്കും, ചില ആൾക്കാർ ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറയും. അത് പലവിധ അവസ്ഥ ഉണ്ടാവും ചില ആൾ. എന്നാലും നമ്മൾ ശരീരത്ത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. 5 നമസ്കാരം, പ്രവാചകൻ മരണ സമയത്ത് വരെ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ പാലിക്കുക, അതിലാണ് നമുക്ക് വിജയമുള്ളത്. നമസ്കാരം നമ്മൾ വിട്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് വലിയ പ്രയാസമൊന്നുമില്ല, ഒരു 10 മിനിറ്റല്ലേ വേണ്ടി വരുള്ളൂ ഒരു നേരത്തെ നമസ്കാരത്തിന്. 5 നമസ്കാരത്തിന് 50 മിനിറ്റ്, 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അത് മുടങ്ങാതെ നമ്മൾ വിട്ടുപോകുക. കാരണം നമ്മളും അള്ളാഹും തമ്മിലുള്ളൊരു രഹസ്യബന്ധമാണ്. അങ്ങനെ 5 നേരം നമ്മൾ നമസ്കരിക്കാൻ ശ്രമിക്കുക. നമസ്കാരത്തിലൂടെ നമ്മൾ അള്ളാഹുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുക. അങ്ങനെ യഥാർത്ഥ അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.